മാംഗല്യം. പിറ്റേന്ന് രാവിലെ കവളിൽ ഒരു നേരത്തെ ചൂടറിഞ്ഞാണ് ജാൻവി കണ്ണു തുറക്കുന്നത്. തന്റെ ഇരു കൈകളും ചൂടാക്കി അവളുടെ കവളിൽ ചേർത്ത് പിടിച്ച് ജഗൻ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ജാൻവി. ഉണർന്നയുടൻ അവളുടെ കവളിലേക്ക് മുഖം ചേർത്ത് അവൻ കാതിൽ പതിയെ മൊഴിഞ്ഞു. പെട്ടെന്ന് അവന്റെ ചൂടുള്ള ശ്വാസം കാതിലേക്ക് പതിച്ചപ്പോ ജാൻവിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ രാത്രിയിലെ സുന്ദര നിമിഷങ്ങളായിരുന്നു. നൊടിയിടയിൽ ആ ഓർമ്മകൾ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോയതും അവൾ നാണത്തോടെ പുതപ്പെടുത്ത് മുഖം പാതി മറച്ചു കിടന്നു. പുതപ്പിന് മുകളിലൂടി കാണുന്ന അവളുടെ കണ്ണുകളിലേക്ക് ജഗൻ നോക്കി. അവൻ മെല്ലെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് അലസമായി വീണ് കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കി കാതിന് പിന്നിലേക്ക് വെച്ചുകൊടുത്തു. തുടർന്ന് ജാൻവി എഴുന്നേൽപ്പിച്ച് ബെഡിലേക്ക് ചാരി ഇരുത്തിയ ശേഷം ഒരു കോഫി മഗ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ആ തണുപ്പില് നല്ല ചൂടുള്ള കോഫി കിട്ടിയപ്പോൾ ജാൻവിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. പതിയെ അവൾ ആ ചൂട് കോഫി കുടിച്ചിറക്കി. അന്നവരെവിടേക്കും പോയിരുന്നില്ല. ആ ദിവസം മുഴുവനും അവർ ഹോട്ടലിൽ തന്നെ ചെലവഴിച്ചു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഗ്ലാസ് വാളിനപ്പുറം കാണുന്ന ഭംഗിയേറിയ കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് വെറുതെ മടി പിടിച്ചവർ അങ്ങനെ ഇരുന്നു. അടുത്ത 2-3 ദിവസങ്ങൾ അവർ ചിന്തിച്ചതിലും ഏറെ മനോഹരമായിരുന്നു. രാവിലെയുള്ള യാത്രകളും കണ്ടുമുട്ടുന്ന കാഴ്ചകളും ഇനിയും ഓടിയെത്താൻ കൊതിക്കുന്ന മലനിരകളും പരസ്പരമുള്ള ഒത്തുചേരലും ഒക്കെ ചേർന്ന് അവരുടേതു മാത്രമായ ഒരു ലോകം അവിടെ രൂപപ്പെട്ടു. ഫോൺ വിളികളോ മറ്റ് തടസ്സങ്ങളോ ഇല്ലാത്ത അവരുടെ സ്വന്തം ലോകം. ചുറ്റുമുള്ള മനോഹരമായ പ്രകൃതിക്കൊപ്പം ജാൻവിയും ജഗനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത സമയം കൂടിയായിരുന്നു അത്. ഒടുവിൽ 7 ദിവസത്തെ യാത്ര കഴിഞ്ഞ് മണാലിയിൽ നിന്ന് തിരികെ മടങ്ങുമ്പോൾ ജാൻവിക്ക് ഇന്ന് വരെ തോന്നാത്ത തരം ഒരു വിഷമം തോന്നി. തങ്ങൾ ജീവിച്ചു തീർത്ത ആ 7 ദിവസത്തെ സ്വർഗം അവൾ വീണ്ടും ഓർത്തെടുത്തു. തിരികെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം ടാക്സി വിളിച്ചാണ് ഇരുവരും അപ്പാർട്ട്മെന്റിലേക്ക് വന്നത്. ദീർഘദൂര യാത്രയായതിനാൽ രണ്ടുപേർക്കും നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അപ്പാർട്ട്മെന്റിൽ എത്തിയവർ ഒരു പകൽ മുഴുവനും ഉറങ്ങി തീർത്തു. വൈകുന്നേരം ജഗൻ തട്ടി വിളിക്കുമ്പോഴാണ് ജാൻവി ഉറക്കമുണരുന്നത്. പ്ലീസ് ജഗൻ, ഒരു 5 മിനിറ്റ് കൂടി. കൈകൊണ്ട് കാണിച്ച് വീണ്ടും തലേണയിലേക്ക് മുഖം പൂഴ്ത്താൻ തുടങ്ങിയവളെ അവൻ വേലമായി വലിച്ചെഴുന്നേൽപ്പിച്ചു. സമയം എത്രയെന്നതിനെക്കുറിച്ച് തനിക്ക് വല്ല ബോധവുമുണ്ടോ എന്ന ജഗന്റെ ചോദ്യമാണ് ജാൻവി ചിന്തിപ്പിച്ചത്. പെട്ടെന്ന് അവൾ ചുറ്റിലും നോക്കി. തുറന്നിട്ട ബാൽക്കണിയിലൂടെ ഇരുട്ട് പടർന്നിരിക്കുന്നത് കാണാം. റൂമിലും ഒരു അരണ്ട വെളിച്ചം മാത്രമാണുള്ളത്. പുറത്തുനിന്നുള്ള നേർത്ത വെളിച്ചം മാത്രം ഉള്ളിലേക്ക് അടിച്ചു നിന്നു. ജാൻവി ജട്ടലോടെ ജഗനെ നോക്കി. താൻ വെപ്രാളപ്പെടണ്ട, സമയപ്പോ ഏകദേശം 7 മണി ആയിട്ടേ ഉള്ളൂ. അവൻ പറഞ്ഞു. വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആവ്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ച് വീണ്ടും കിടക്കാം. ജഗൻ അവളെ ഓർമ്മിപ്പിച്ചു. ജാൻവി ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് ഫ്രഷ് ആകാൻ വാഷ്റൂമിൽ പോയി. നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. കുളിക്കുന്നതിനിടയിലാണ് ശരീരത്തിൽ ഇവിടെ വെളിവായി കിടക്കുന്ന ചെറിയ അടയാളങ്ങൾ അവൾ ശ്രദ്ധിച്ചത്. അവയിൽ പലതും നഖത്തിൻ്റെതും. ജഗന്റെ ഓർക്കവേ അവളുടെ വിരലുകൾ ആ പാടുകളിലൂടി മെല്ലെ തഴുകി നീങ്ങി. ഇതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ജഗന്റെ ദേഹത്തുണ്ടാകും. അവൾ ചമ്മലോടെ ഓർത്തു. കഴിഞ്ഞുപോയ ആ 7 ദിവസങ്ങൾ ഓർമ്മയിലേക്ക് വന്നതും ജാൻവിക്ക് കണ്ണാടിയിൽ കൂടി പോലും സ്വന്തം പ്രതിബിംബത്തെ നോക്കാൻ വല്ലാത്ത നാണം തോന്നിപ്പോയി. അവൾ തല താഴ്ത്തി നിന്നു. എങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം നിറയുകയായിരുന്നു. ജാൻവി ബാത്റൂമിലായിരുന്ന സമയം ജഗൻ ലിവിംഗ് റൂമിൽ TV കണ്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് പാർവതിയുടെ വിളി വന്നത്. ഹലോ അമ്മേ. മറുപുറത്തു നിന്നും മകന്റെ ശബ്ദം കേട്ടതും പാർവതിയുടെ അമ്മമനം തുടിച്ചു. എത്ര ദിവസങ്ങളായി അവനെ ഒന്ന് കണ്ടിട്ട്, ആ സംസാരം ഒന്ന് കേട്ടിട്ട്. അവർ സ്വയം പരിഭവം പറഞ്ഞു. നിങ്ങൾ എവിടെയാണ്? യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നോ? ഉള്ളിലെ സ്നേഹം വാക്കുകളിൽ കലരാതിരിക്കാൻ പാർവതി മനഃപൂർവ്വം ശ്രദ്ധിച്ചു. ഇന്ന് രാവിലെ ഞങ്ങൾ മടങ്ങിയെത്തിയമ്മേ, ജഗൻ മറുപടി നൽകി. ആഹാരമൊക്കെ കഴിച്ചോ? പാർവതി വീണ്ടും വാചാലയായി. ഇല്ലമ്മേ, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വരാൻ വേണ്ടി കാത്തിരിക്കുക. മകന്റെ ആ മറുപടി കേട്ടതും പാർവതിയുടെ മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി. അവർക്ക് പുറത്തു നിന്നുള്ള ഈ ഭക്ഷണം കഴിപ്പ് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, എതിർത്തു പറയാൻ കഴിയില്ലല്ലോ. അവർ ദുഃഖത്തോടെ ഓർത്തു. ആ സമയത്ത് അവരുടെ മുഖത്ത് നിഴലിച്ചു നിന്നത് മുഴുവൻ ജാൻവിയോടുള്ള ദേഷ്യമായിരുന്നു. തന്റെ മകനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുപോയി ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിച്ചതിന് അവർക്ക് അവളോട് വല്ലാത്ത അമർഷം തോന്നി. ഏറെ നേരായിട്ട് അമ്മയൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട ജഗൻ വീണ്ടും വിളിച്ചു.
അമ്മ കേൾക്കുന്നുണ്ടോ? ഉണ്ട് ജഗൻ. അമ്മ എന്താ ഇപ്പൊ പെട്ടെന്ന് വിളിച്ചത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? ജഗൻ അന്വേഷിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ വിളിക്കാൻ പാടുള്ളൂ. പാർവതിയുടെ ശബ്ദത്തിൽ പരിഭവം നിറഞ്ഞു. ഞങ്ങൾക്ക് മക്കളുടെ സ്വരം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാനും അവരെപ്പോഴും കൂടെ വേണമെന്നൊക്കെ തോന്നും. പക്ഷേ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടും. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെടുവീർപ്പോടെ പാർവതി പറഞ്ഞപ്പോൾ പാർവതിയുടെ ആ സംസാരം ജഗനെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു. എങ്കിലും അതിനൊരു മറുപടി പറയാൻ അവൻ നിന്നില്ല. ജഗൻ, ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? 1 മാസം കൂടി കഴിഞ്ഞാൽ നിന്റെ പിറന്നാളാണ്. പിറന്നാളിന് എന്തു വന്നാലും നീ ഇവിടെ മാണിക്യമംഗലത്ത് ഉണ്ടാവണം. അതിന്റെ വാശിയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഇന്ന് വരെ നിന്റെ ഒരു പിറന്നാളിനും നീ മാണിക്യമംഗലം വിട്ടുമാറി നിന്നിട്ടില്ല. നിന്റെ ഈ പിറന്നാളിനും അമ്മ സദ്യ ഒരുക്കി ഇവിടെ കാത്തിരിക്കും. അന്ന് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും മോനി അമ്മയെ അന്വേഷിച്ച് വരരുത്. അതിപ്പോ ഞാൻ മരിച്ചെന്നറിഞ്ഞപ്പോലും നീ വരരുത്. പാർവതി ഏറെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ജഗനും ഒരു നിമിഷം സ്തബ്ധനായി പോയി. പെട്ടെന്ന് തന്നെ പാർവതി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അതേ സമയത്താണ് ജാൻവി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഒരു ചെറിയ ഷോർട്സും ഓവർസൈസ് ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം. നനഞ്ഞ മുടി നന്നായി തോർത്താത്തതിനാൽ വെള്ളത്തുള്ളികൾ മുടിയിഴകളിലൂടി നേർമയായിട്ട് ഒഴുകിയിറങ്ങുന്നുണ്ട്. അവൾ നേരെ വന്ന് ലിവിംഗ് റൂമിലിരുന്നു. ജഗന്റെ അടുത്തേക്കിരുന്നു. ടി വിയും ഓൺ ചെയ്തു വെച്ച് അവൻ കാര്യമായിട്ട് മറ്റെന്തോ ആലോചനയിലാണെന്ന് മനസ്സിലാക്കിയപ്പോ ജാൻവിക്ക് കാര്യം വ്യക്തമായി. അവന്റെ മനസ്സ് അവിടെ ഒന്നും ആയിരുന്നില്ല. എന്തു പറ്റി ജഗൻ? എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും ടെൻഷനുണ്ടോ? പെട്ടെന്ന് ജാൻവി അടുത്തത് വന്നിരുന്നതും ജഗൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മെല്ലെ മറുപടി നൽകി. ഏയ്, ഒന്നുമില്ലടോ. പിന്നെ ജഗന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്താണെങ്കിലും പറയൂ, ജാൻവി വീണ്ടും നിർബന്ധിച്ചു. അതോടെ അമ്മ വിളിച്ച കാര്യങ്ങളെല്ലാം ജഗൻ അവളോട് തുറന്നു പറഞ്ഞു. ജാൻവി അവന്റെ കൈകളെടുത്ത് തന്റെ കൈക്കുള്ളിലാക്കി മെല്ലെ തട്ടിക്കൊടുത്തു. ജഗൻ, നമുക്ക് ആന്റിയോട് ചില എതിർപ്പുകളൊക്കെ ഉണ്ടെന്ന് കരുതിയാലും ഒരു മകനോടുള്ള അമ്മയുടെ സ്നേഹം നിഷേധിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് എന്തു വന്നാലും ഈ ബർത്ത്ഡേക്ക് ജഗൻ മാണിക്യമംഗലം കോവിലകത്തുണ്ടായിരിക്കണം. അപ്പൊ താനും? ജഗൻ പെട്ടെന്ന് അവളിലേക്ക് കണ്ണുകൾ നട്ടു. ജഗനുള്ളിടത്തൊക്കെ ഞാനുണ്ടാകൂല്ലോ. നമുക്ക് പോകണം ജഗൻ. അവിടെ പോയി അവരെയൊക്കെ കാണണം, സംസാരിക്കണം. പറ്റുമെങ്കിൽ ഈ പിണക്കം തന്നെ മാറ്റണം. ഇതിപ്പോ എത്ര നാളെന്ന് കരുതിയാ ഈ പിണക്കം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? ഇനിയിപ്പോ ജഗൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാം. അവരൊക്കെ പഴയ തലമുറയിലെ ആളുകളല്ലേ. പഴയ പ്രതാപവും അന്തസ്സും ഒക്കെ മുറുക്കെ പിടിച്ച് ജീവിക്കുന്നവർ. അവർക്ക് ചിലപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രോബ്ലം ആയിരിക്കും ഇതൊക്കെ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതുവരെ കഴിഞ്ഞതൊക്കെ മറന്നു കളയാം. ജാൻവി ജഗന്റെ മുഖത്തേക്ക് നോക്കി തന്റെ നിലപാട് വ്യക്തമാക്കി. തനിക്ക് തിരികെ മാണിക്യമംഗലത്തേക്ക് തന്നെ പോകണമെന്നുണ്ടോ? ജഗൻ ചോദിച്ചതും പെട്ടെന്ന് എന്തോ ജാൻവിക്ക് വേണ്ടാന്ന് പറയാനാണ് തോന്നിയത്. ജഗൻ ഇടയ്ക്കൊക്കെ അവിടെ പോകണം, പക്ഷെ എന്നും അവിടെ താമസിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ജാൻവി തന്റെ ഉള്ളിൽ തോന്നിയ കാര്യം മറച്ചു വെക്കാതെ അതേപടി അവനോട് തുറന്നു പറഞ്ഞു. വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ ജഗനെ അവിടെ നിന്ന് അകറ്റിക്കൊണ്ടു പോരുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ രീതികളുമായി എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. പക്ഷെ എപ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് വേണം. അവിടെ നിന്ന് അത് കിട്ടില്ലെന്നല്ല, എങ്കിലും ചിലതൊക്കെ എത്ര മറന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കൂല്ലോ. അതുപോലെ എന്തൊക്കെയോ ചില കരടുകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. എങ്കിലും ഞാൻ ഓക്കെയാണ്. ഇടയ്ക്ക് അവിടെ പോകുന്നതിനോടോ കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിക്കുന്നതിനോടോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ജാൻവി ബാക്കി എങ്ങനെ പറഞ്ഞു പൂർത്തിയാക്കണമെന്നറിയാതെ വിഷമിച്ചു നിന്നപ്പോൾ ജഗൻ അവളെ ചേർത്ത് പിടിച്ച കൈകളിൽ മുറുക്ക പിടിച്ചു. എനിക്ക് മനസ്സിലാവും തൻ്റെ ഉള്ളിൽ എന്താണെന്ന്. അതും പറഞ്ഞുകൊണ്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് മൃദുവായി ചുംബിച്ചു. അതേ സമയം തന്നെയായിരുന്നു പുറത്താരോ കോളിംബെൽ അടിച്ചത്. ഫുഡ് വന്നെന്ന് തോന്നുന്നു. അതും പറഞ്ഞുകൊണ്ട് ജഗൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ഫുഡ് വാങ്ങി അകത്തേക്ക് വരുന്നവനെ നോക്കി ജാൻവി അപ്പോഴും ലിവിംഗ് റൂമിലെ സോഫയിൽ തന്നെ ഇരിപ്പുണ്ട്. ഭക്ഷണം ഡൈനിങ് ടേബിളിൽ വെച്ച ശേഷം അവൻ അവൾക്കടുത്തേക്ക് വന്നു. അപ്പോഴാണ് അവളുടെ മുടിയിലൂടി വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് അവൻ ശ്രദ്ധിച്ചത്. താൻ നല്ലതുപോലെ തല തോർത്തിയില്ലേ? ഓ, ഞാനത് ശ്രദ്ധിച്ചില്ല.
ജാൻവി അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു. ജഗൻ കരുതലോടെ അകത്തുപോയി ഒരു ടവൽ എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുടി നന്നായി തോർത്തി കൊടുത്തു. മുടിയൊക്കെ നന്നായി തോർത്തിയില്ലെങ്കിൽ ജലദോഷം വരും, അതറിയാമോ? ഓ, അതൊന്നും എനിക്കറിയില്ല. ഞാനെന്താ കൊച്ചു കുട്ടിയാണോ? ജാൻവി ചെറിയ കൊഞ്ചലോട് ചോദിച്ചതും ജഗൻ മെല്ലെ അവളുടെ കാതിൽ മന്ത്രിച്ചു. ജാൻവി അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. അവൻ പറഞ്ഞതിന്റെ ദ്വയാർത്ഥം അവൾക്ക് നന്നായി മനസ്സിലായിരുന്നു. അവളുടെ കവിളുകളിൽ നാണം കലർന്നൊരു പുഞ്ചിരി വിടർന്നു. ജഗനിൽ നിന്ന് മുഖം തിരിച്ചു വെച്ചിരുന്ന അവളെ അവൻ മെല്ലെ അവന്റെ അടുത്തേക്ക് വലിച്ചു ചേർത്തിരുത്തി. നാണത്താൽ കൂമ്പിപ്പോയ അവളുടെ മിഴികളിലേക്ക് മാറി മാറി ചുംബിച്ചു. ശേഷം നെറ്റിയിലേക്കും കവിളിലേക്കും പിന്നീട് മെല്ലെ ആ തുടുത്ത അതിരങ്ങളിലേക്കും ചുണ്ട് ചേർത്തപ്പോൾ അറിയാതെ ഒന്ന് ഉലഞ്ഞു പോയി ജാൻവി. ഏറെ നേരം നീണ്ടുനിന്ന ആ ദീർഘചുംബനം അവസാനിച്ചപ്പോൾ ഇരുവരും ഒരുപോലെ കിതച്ചുപോയി. പക്ഷേ ഇതിനോടകം തന്നെ ജഗനിലും ജാൻവിയിലും കാര്യമായ മാറ്റങ്ങൾ പ്രകടമായി. ജഗൻ മെല്ലെ ജാൻവിയെ കോരിയെടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു. അതിനൊക്കെ ശേഷം ഇരുവരും ഒന്ന് ആഹാരം കഴിച്ചു. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ജഗനും ജാൻവിയും ഇനി ഒരിക്കലും പിരിയാനാകാത്ത വിധം അടുത്തു. സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ദാമ്പത്യം അനുനിമിഷം വളർന്നുകൊണ്ടേയിരുന്നു. ജഗൻ പതിവായി ഓഫീസിൽ പോകുന്നതുകൊണ്ട് അവന് പ്രത്യേകിച്ച് ബോറടികളൊന്നുമില്ല. അതേസമയം ജാൻവിയുടെ അവസ്ഥ അതൊന്നുമല്ല. റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് അവൾക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ജഗൻ പോയി വരുന്നതുവരെ അവൾ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു. ഇടയ്ക്കൊക്കെ മിഥുവിനെയും അബീനെയും വിളിക്കുമെങ്കിലും അന്ന് മിഥു അബിയോട് ഇഷ്ടം പറഞ്ഞതിന് ശേഷം പിന്നീട് അവർ മൂവരും തമ്മിൽ ചെറിയൊരു അകൽച്ചയുണ്ടായിരുന്നു. അബി മിഥുവിനെ തീരെ വിളിക്കാതെയായി. അത് മിഥുവിലും വലിയ മാറ്റങ്ങൾ വരുത്തി. തന്റെ സംസാരവും വാക്കുകളും മിഥുവിന് വീണ്ടും ഒരു പ്രതീക്ഷ നൽകിയേക്കാം. അങ്ങനെ ഉണ്ടാകരുതെന്ന് കരുതിയായിരുന്നു അവൻ അവളോടുള്ള സംസാരങ്ങൾ മനഃപൂർവ്വം കുറിച്ചത്. അതേസമയം അബി തന്നെ പൂർണ്ണമായും ഒഴിവാക്കി വിടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് മിഥു ചിന്തിച്ചത്. ഇവർക്കിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജാൻവി വല്ലാണ്ട് നട്ടം തിരിഞ്ഞു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ജഗന്റെ പിറന്നാളാണ്. മാണിക്യമംഗലത്ത് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിറന്നാൾ ആഘോഷം നടത്തണമെന്നാണ് പാർവതിയുടെ ആഗ്രഹം. ഇതിന്റെ പേരിൽ ഒരിക്കൽ പാർവതി ജാൻവിയെ ഫോണിൽ വിളിക്കുകയും ചെയ്തു. ജഗനൊപ്പം അവൾ കൂടി വരണമെന്ന് പ്രത്യേകം അവർ നിർബന്ധിച്ചതോടെ അവളുടെ മനസ്സിൽ ശേഷിച്ച കരടും അപ്രത്യക്ഷമായി. ജഗന്റെ പിറന്നാളിന് അവനു വേണ്ടി നല്ലൊരു സമ്മാനം വാങ്ങാനാണ് ജാൻവി പുറത്തേക്കിറങ്ങിയത്. ജഗൻ ഓഫീസിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ അവൾ കാറുമെടുത്ത് യാത്ര തിരിച്ചു. അവർ മണാലിയിൽ പോയി വന്നതിന് ശേഷം ജഗൻ ജാനിക്ക് സ്വന്തമായി ഒരു കാറ് വാങ്ങി നൽകി. ഇപ്പോൾ ജാൻവിയുടെ കറക്കങ്ങളെല്ലാം ആ വാഹനത്തിലാണ്. മാളിന്റെ പാർക്കിങ്ങിൽ കാറ് നിർത്തിയ ശേഷം ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു ജാൻവി. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു വിളി അവളെ തേടിയെത്തിയത്. ജാൻവി! അത്ര പരിചിതമില്ലാത്ത ഒരു ശബ്ദമായിരുന്നു അത്. ജാൻവി തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് നയോമിയാണ്. നയോമിയുടെ മുഖത്തേക്ക് നോക്കാൻ ജാൻവിക്ക് ചെറിയൊരു വല്ലായ്മ തോന്നി. പക്ഷേ നയോമി വളരെ കൂളായി തന്നെ ജാൻവിയുടെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ ജാൻവി ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് നയോമി അത് പറഞ്ഞപ്പോൾ ജാൻവിയുടെ മുഖത്തൊരു പകപ്പ് പ്രകടമായി. കാര്യം ജാൻവിയും നയോമിയും തമ്മിൽ നേരിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തനിക്ക് അത്ര പോലും പരിചയമില്ലാത്ത ഒരാൾ തന്നെ കാണാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനു പിന്നിൽ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടാകുമെന്ന് ജാൻവി ഊഹിച്ചു. നമുക്ക് അകത്തേക്ക് കയറിയാലോ? നയോമി ചോദിച്ചപ്പോൾ തലയാട്ടിക്കൊണ്ട് ജാൻവി മുന്നോട്ട് നടന്നു. പിന്നാലെ നയോമി നീങ്ങി. ഫുഡ് കോർട്ടിലെ അത്ര തിരക്കില്ലാത്ത ഒരു ഏരിയയിൽ ടേബിളിന് അപ്പുറവും ഇപ്പുറവുമായി ജാൻവിയും നയോമിയും ഇരിപ്പുറപ്പിച്ചു. ഏറെ നേരമായിട്ടും നയോമി ഒന്നും സംസാരിച്ചു തുടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ജാൻവി തന്നെ പതിയെ സംസാരത്തിന് തുടക്കമിട്ടു. നയോമി എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒരു വേള നയോമി പറയാൻ പോകുന്നത് ജഗനെ സംബന്ധിക്കുന്ന കാര്യമാണോ എന്നോർത്തതും ജാൻവിയുടെ നെഞ്ച് ക്രമം തെറ്റി മിടിക്കാൻ തുടങ്ങി. അങ്ങനെയല്ല ജാൻവി, എപ്പോഴെങ്കിലും ഒന്ന് കാണുവാണെങ്കിൽ ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു. നയോമി പറഞ്ഞത് കേട്ടതും ജാൻവിയുടെ നെറ്റി ചുളിഞ്ഞു. നയോമി എന്തിനാ സോറി പറയുന്നേ? ഞാൻ നയോമിയോട് അങ്ങോട്ടേക്കല്ലേ സോറി പറയേണ്ടത്? ഇനി തുടർന്ന് എന്തു പറയണമെന്നറിയാതെ അവൾ വാക്കുകൾക്കായി പരതി. ജാൻവിക്ക് തീർത്തും അപ്രതീക്ഷിതമായ ഒരു കണ്ടുമുട്ടലായിരുന്നു ഇത്.